ട്രംപിന്റേത് ചരിത്രം തിരുത്തുന്ന നിലപാടെന്ന് നെതന്യാഹു. ഇറാനുമായുള്ള യുദ്ധത്തിൽ അമേരിക്കയുടെ ഇടപെടലിനെ പ്രശംസിച്ച ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങളാണ് US സൈന്യം B-2 ബോംബറുകൾ ഉപയോഗിച്ച് ആക്രമിച്ചത്. ശക്തിയിലൂടെ സമാധാനമെന്ന് പ്രസിഡന്റ് ട്രംപും താനും പലപ്പോഴും പറയാറുണ്ടെന്നും ഡൊണാൾഡ് ട്രംപും അമേരിക്കയും വളരെയധികം ശക്തിയോടെ പ്രവർത്തിച്ചുവെന്നും നെതന്യാഹു പ്രതികരിച്ചു. അമേരിക്കയുടെ ആക്രമണത്തിന് പിന്നാലെ വീഡിയോ സന്ദേശത്തിലൂടെയായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രതികരണം. പ്രസിഡന്റ് ട്രംപിന് അഭിനന്ദനങ്ങൾ. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെക്കാനുള്ള നിങ്ങളുടെ ധീരമായ തീരുമാനം ചരിത്രം മാറ്റിമറിക്കും. വേറൊരു രാജ്യത്തിനും ചെയ്യാൻ സാധിക്കാത്തതാണ് അമേരിക്ക ചെയ്തത്. ലോകത്തെ ഏറ്റവും അപകടകാരികളായ ഭരണത്തെയും ആയുധങ്ങളെയും തകർക്കാനുള്ള ട്രംപിന്റെ തീരുമാനം ചരിത്രം രേഖപ്പെടുത്തും. അദ്ദേഹത്തിന്റെ നേതൃത്വം മിഡിൽ ഈസ്റ്റിനെയും മറ്റ് രാജ്യങ്ങളെയും അഭിവൃദ്ധിയിലേക്കും സമാധാനത്തിലേക്കും നയിക്കും. താനും ഇസ്രയേൽ ജനതയും അമേരിക്കയോട് നന്ദി പറയുന്നു. ദൈവം അമേരിക്കയെയും ഇസ്രായേലിനെയും അനുഗ്രഹിക്കട്ടെ എന്നാണ് വീഡിയോ സന്ദേശത്തിൽ നെതന്യാഹു വ്യക്തമാക്കിയത്. ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങളിലാണ് ഇന്ന് ഇന്ത്യൻ സമയം പുലർച്ചെ 4 മണിയോടെ അമേരിക്ക ബോംബ് ആക്രമണം നടത്തിയത്. ഫോർദോ, നതാൻസ്, എസ്ഫഹാൻ എന്നീ ആണവ കേന്ദ്രങ്ങളിലാണ് അമേരിക്ക ആക്രമണം നടത്തിയത്. ഓപ്പറേഷൻ പൂർത്തിയാക്കി യുദ്ധവിമാനങ്ങൾ മടങ്ങിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എക്സിലൂടെ അറിയിച്ചു. അമേരിക്കയുടെ B-2 ബോംബറുകളാണ് ഇറാനിൽ ആക്രമണം നടത്തിയതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ലോകത്തിന്റെ ഏത് കോണിലും ആക്രമണം നടത്താൻ US സാധിക്കുന്ന സ്ട്രാറ്റജിക് ബോംബർ വിമാനമാണ് B-2. നോർത്രോപ്പ് ഗ്രമ്മൻ എന്ന US ആയുധ നിർമ്മാതാക്കളാണ് ഈ സവിശേഷമായ യുദ്ധവിമാനം വികസിപ്പിച്ചത്. ഹെവി ബോംബർ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഈ യുദ്ധവിമാനത്തിന് 18,000 കിലോ വരെ ഭാരമുള്ള ബോംബുകൾ വഹിക്കാനുള്ള ശേഷിയുണ്ട്. ഒറ്റ പറക്കലിൽ 18,500 കിലോമീറ്റർ ദൂരം വരെ ഇവയ്ക്ക് സഞ്ചരിക്കാൻ സാധിക്കും. 1988 നിർമ്മിക്കപ്പെട്ട B-2 ബോംബർ അതിന്റെ രൂപഘടന കൊണ്ടും സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ കൊണ്ടും ലോകമെങ്ങും കേൾവി കേട്ടതാണ്. US വ്യോമസേനയുടെ പക്കൽ ആകെ 19 B-2 ബോംബറുകളുണ്ട്. റഡാർ കണ്ണുകളെ വെട്ടിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇവയുടെ രൂപഘടന. ഒരു ഭീമൻ പക്ഷി പറന്നു പോകുന്നത് പോലെയാണ് ദൂരെ നിന്ന് നോക്കിയാൽ ഇവയെ കാണാനാവുക. ഇതിനൊപ്പം റഡാർ ക്രോസ് സെക്ഷനിൽ ഇവയെ ചെറിയൊരു പക്ഷിയുടെ അത്രയുമേ കാണിക്കൂ. അതിനാൽ ഇവ വരുന്നതും പോകുന്നതും തിരിച്ചറിയാനാകില്ല. ഇവയെ കണ്ടെത്തണമെങ്കിൽ അതിശക്തമായ റഡാർ സംവിധാനങ്ങൾ വേണം. നിലവിൽ ഭൂരിഭാഗം രാജ്യങ്ങൾക്കും B-2 ബോംബറിനെ തിരിച്ചറിയാനുള്ള സംവിധാനങ്ങളില്ല. ഇതും ഇറാനെ വെട്ടിലാക്കി. ഇസ്രായേൽ ആക്രമണം തുടർന്നാൽ കൂടുതൽ വിനാശകരമായ പ്രതികരണമുണ്ടാകുമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്ക്യാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ മുന്നറിയിപ്പും അവഗണിച്ചുകൊണ്ടാണ് അമേരിക്കയുടെ ആക്രമണം. സമാധാനപരമായ ആവശ്യങ്ങൾക്ക് ആണവ പദ്ധതി ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യാനും സഹകരിക്കാനും തയ്യാറാണ്. പക്ഷേ ഒരു സാഹചര്യത്തിലും ആണവ പദ്ധതി നിർത്തില്ലെന്നും പെസഷ്ക്യാൻ പറഞ്ഞിരുന്നു. ഇതാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനോട് ഫോൺ സംഭാഷണത്തിനിടെയാണ് ഇറാൻ പ്രസിഡന്റ് ഇക്കാര്യം പറഞ്ഞതെന്നും റിപ്പോർട്ടുണ്ട്. ഇതിനിടെ ഇസ്രായേലിന് സൈനിക സാമഗ്രികളോ റഡാർ ഉപകരണങ്ങളോ നൽകുന്ന ഏതൊരു രാജ്യത്തെയും ആക്രമണത്തിൽ പങ്കാളികളായി കണക്കാക്കുമെന്നും അവർ ഇറാന്റെ ലക്ഷ്യമായി മാറുമെന്നും ഇറാൻ സായുധ സേനയും മുന്നറിയിപ്പ് നൽകിയിരുന്നു. ശനിയാഴ്ച സ്റ്റേറ്റ് ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്ത വീഡിയോ സന്ദേശത്തിലാണ് സൈനിക വക്താവ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.